ഹായ് കൂട്ടുകാരെ, 7ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ 5ാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. അപ്പോൾ ഈ ചാപ്റ്ററിൽ 2 പ്രക്രിയകളാണ് നമ്മൾ പഠിക്കുന്നത്, ദഹനം, ശ്വസനം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഭാഗം നോക്കിയേ. എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ. ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. ഇളം പുല്ല് തിന്നുന്ന മുയലുകൾ, നെൽക്കതിർ കൊത്തിപ്പറക്കുന്ന തത്തകൾ, എലിയെ വിഴുങ്ങുന്ന പാമ്പ്, വൃക്ഷത്തിന്റെ മുകളിലുള്ള തേനീച്ചക്കൂട്ടിൽ നിന്നും തേൻ കുടിക്കുന്ന കരടി. അങ്ങനെ എത്ര കാഴ്ചകൾ അല്ലേ. അപ്പോൾ ഇവിടെ 4 ജീവികളുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മുയലുകൾ എന്താണ് കഴിക്കുന്നത്? ഇളം പുല്ലുകളാണ്. തത്തകൾ എന്താണ്? നെൽക്കതിരുകളാണ് കഴിക്കുന്നത്. പാമ്പ് എന്തിനെ കഴിക്കുന്നു? എലിയെ കഴിക്കുന്നു. കരടി എന്ത് കഴിക്കുന്നു? തേനാണ് കുടിക്കുന്നത് അല്ലേ. ചുറ്റുപാടുമുള്ള നിരവധി ജീവികളുടെ ആഹാരവും ആഹാര സമ്പാദന രീതികളും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ജീവികളും അവയുടെ ആഹാരവും ഉൾപ്പെട്ട പട്ടിക പൂർത്തിയാക്കി ക്ലാസ്സിൽ അവതരിപ്പിച്ചാലോ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജീവികളുണ്ടല്ലേ. അപ്പോൾ ആ ജീവികൾ കഴിക്കുന്ന ആഹാരങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ ആഹാരം അവർ കണ്ടെത്തുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവയൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു പട്ടിക തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അപ്പോൾ ഒരു ചെറിയ പട്ടിക തന്നിട്ടുണ്ട്. ജീവിയുടെ പേര്, ആഹാരം എന്നിങ്ങനെയാണ് ഹെഡിങ്ങുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആരെയാണ് തന്നിരിക്കുന്നത്? പശുവാണ്. പശുവിന് ഇവിടെ പുല്ല് എന്ന ആഹാരമാണ് കൊടുത്തിരിക്കുന്നത്. പശു പുല്ല് കൂടാതെ എന്ത് കഴിക്കും? കഞ്ഞിവെള്ളം കഴിക്കും അല്ലേ. അതുപോലെ ആടിൻ്റെ നേരെ എന്നാ കൊടുത്തിരിക്കുന്നത്? ഇലകൾ എന്നാണ്. ഇലകൾ കൂടാതെ ആടും എന്ത് കഴിക്കും? കഞ്ഞിവെള്ളം കഴിക്കും. പൂച്ച എന്തിനെ കഴിക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എലിയെ. പൂച്ച ഇത് കൂടാതെ എന്ത് കഴിക്കും? പാല് കുടിക്കും അല്ലേ, അല്ലെങ്കിൽ ചോറ് കഴിക്കും. ഇതൊക്കെ കഴിക്കും. ഇനി കരടിക്ക് ഇവിടെ തേനാണ് കൊടുത്തിരിക്കുന്നത്. തേൻ കൂടാതെ കരടി എന്ത് കഴിക്കും? ഇലകളൊക്കെ കഴിക്കും. ഇനി മുയൽ എന്തൊക്കെയാണ് കഴിക്കുന്നത്? ക്യാരറ്റ്, ഇളം പുല്ല്, ഇതൊക്കെ ആര് കഴിക്കും? മുയലുകൾ കഴിക്കും. ഇനി മനുഷ്യൻ ചോറ് കഴിക്കും. അതുപോലെ എന്താണ്? വേവിച്ച മീനും ഇറച്ചിയൊക്കെ ആര് കഴിക്കും? മനുഷ്യൻ കഴിക്കും. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കൂ. പട്ടിക ഉപയോഗപ്പെടുത്തി സസ്യാഹാരി, മാംസാഹാരി, മിശ്രാഹാരി എന്നിങ്ങനെ ജീവികളെ തരംതിരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. അപ്പോൾ ഇനി നിങ്ങൾക്കറിയാവുന്ന മറ്റു ജീവികളെ കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഈ പട്ടിക വലുതാക്കാം. പട്ടിക വലുതാക്കിയിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇവ കഴിക്കുന്ന ഭക്ഷണത്തെ അടിസ്ഥാനമാക്കി സസ്യാഹാരി എന്നും മാംസാഹാരി എന്നും മിശ്രാഹാരി എന്നും ജീവികളെ തരംതിരിച്ചെഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സസ്യാഹാരി എന്ന് പറഞ്ഞാൽ ആരാണ്? സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ, അല്ലെങ്കിൽ സസ്യങ്ങളെ മാത്രം കഴിക്കുന്നവരെയാണ് നമ്മൾ സസ്യാഹാരി എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? പശു, ആട്, ഇതൊക്കെ സസ്യാഹാരിയാണ്. ഇനി മാംസാഹാരി എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസം മാത്രം കഴിക്കുന്ന ജീവികളെയാണ് നമ്മൾ മാംസാഹാരി എന്ന് പറയുന്നത്. സിംഹം, പുലി എന്നിവ മാംസാഹാരികളാണ്. ഇനി മിശ്രാഹാരി എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ സസ്യാഹാരവും കഴിക്കും മാംസാഹാരവും കഴിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മിശ്രാഹാരി എന്ന് പറയുന്നത്. മനുഷ്യൻ, പൂച്ച, നായ ഇതെല്ലാം ആരാണ്? മിശ്രാഹാരികളാണ്. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള മറ്റു ഉദാഹരണങ്ങൾ കണ്ടെത്തി നിങ്ങൾ ടേബിൾ പൂർത്തീകരിക്കണം. അടുത്തതായി പോഷണം അഥവാ ന്യൂട്രീഷൻ. എന്താണ് പോഷണം? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം. അതായത് ജീവികൾ എന്ത് ചെയ്യുന്നു? ആഹാരം സ്വീകരിക്കുന്നു അല്ലേ. അവരത് അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുകയും അതുപോലെ ആ ആഹാരത്തെ അവർക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ നമ്മൾ പോഷണം എന്നാണ് പറയുന്നത്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പം നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിനുള്ളിലെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ നമ്മുടെ പുറമേയുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാം നമുക്ക് ഊർജം ആവശ്യമാണ്. ഈ ഊർജം നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ആഹാരം നമ്മുടെ ഉള്ളിൽ വെച്ച് ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് നമുക്കതിൽ നിന്ന് ഊർജം ലഭിക്കുന്നത്. സ്വീകരിച്ച ആഹാരം ജീവികൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? നാം കഴിക്കുന്ന ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നുവെന്നും ശരീരം അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്നും പരിശോധിക്കാം. ആഹാര സ്വീകരണം. പോഷണത്തിന് 5 ഘട്ടങ്ങളാണുള്ളത്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം. ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ്. വായിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു? അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പോഷണം എന്ന പ്രക്രിയയുണ്ടല്ലോ, ഈ പ്രക്രിയയ്ക്ക് 5 ഘട്ടങ്ങളുണ്ട്. അതിലെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. ആഹാര സ്വീകരണം നടക്കുന്നത് ഇതുവഴിയാണ്? വായിലൂടെയാണല്ലേ. ആദ്യം ആഹാരം എത്തുന്നത് വായിലാണ്. വായിൽ വെച്ച് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ്
എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഉമിനീരുമായി കലരുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ വായിലേക്ക് വെച്ച് ചവയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് ഉമിനീരുമായി കൂടിക്കലരുന്നു. പിന്നെ എന്ത് മാറ്റം സംഭവിക്കുന്നത്? ആഹാരം ചെറുകണികകളാക്കി മാറ്റുന്നു അല്ലേ? നമ്മൾ ചവച്ചരയ്ക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ആഹാരം ചെറുകണികകളായിട്ട് മാറുന്നുണ്ട്. ചുണ്ട്, നാക്ക്, പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ എന്ത് പങ്കാണ് നിർവഹിക്കുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ സ്വയം നിരീക്ഷിച്ച് കണ്ടെത്തൂ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഈ ചുണ്ടും നാക്കും പല്ലും ഒക്കെ എങ്ങനെയാണ് ആഹാര സ്വീകരണത്തിൽ തൻ്റെ പങ്ക് വഹിക്കുന്നത് എന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളൊന്ന് നിരീക്ഷിക്കണം. പല്ല്. ആഹാരപദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത്. അപ്പോൾ ആഹാരപദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കാനും കടിച്ചു മുറിക്കാനും ഒക്കെ പല്ലുകൾ സഹായിക്കുന്നുണ്ട്. അതിന് അനുയോജ്യമായ രീതിയിലാണ് പല്ലിൻ്റെ രൂപവും അതുപോലെ തന്നെ പല്ല് ക്രമീകരിച്ചിരിക്കുന്ന രീതിയും ഈ പറയുന്ന ഉപയോഗങ്ങൾ കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. ഇനി പല്ലിൻ്റെ നെടുകെയുള്ളൊരു ഛേദം ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ ആ പല്ലിൻ്റെ വെള്ള കളറിലുള്ള ആ കോട്ടിങ്ങിനെ എന്തെന്നാണ് കൊടുത്തിരിക്കുന്നത്? ഇനാമൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. അപ്പോൾ പല്ലിൻ്റെ ഉപരിതല, അതായത് പല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള ഏറ്റവും മുകളിലുള്ള പാളിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനാമൽ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിൻ്റെ ഇനാമലാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ്? പല്ലിൻ്റെ ഇനാമലാണ്. പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. നിങ്ങൾക്ക് ആദ്യമുണ്ടായ പല്ലുകൾ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അല്ല. ഒരു കുഞ്ഞിന് ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ തന്നെയാണോ ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്നത്? അല്ല. പാൽപ്പല്ലുകൾ. ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്നറിയപ്പെടുന്നു. മുകളിലും താഴെയുമായി 10 വീതം ആകെ 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അവർ ജനിക്കുന്ന സമയത്ത് അവർക്ക് പല്ലുകളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നീടായിരിക്കും അവർക്ക് പല്ലുകൾ മുളച്ചു വരുന്നത് അല്ലേ? അപ്പോൾ ആ പല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. അടുത്തതായി സ്ഥിരദന്തങ്ങൾ. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. ഇവ പൊട്ടിപ്പോകുകയോ ഇളകിപ്പോകുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പാൽപ്പല്ലുകൾ 20 പല്ലുകൾ എന്തോ ചെയ്യും? പതിയെ കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് നമുക്കൊരു 7-8 വയസ്സിന് ശേഷം ആ പല്ലുകൾ കൊഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങും. കൊഴിഞ്ഞു പോയതിന് ശേഷം പിന്നീട് വരുന്ന പല്ലുകളെയാണ് നമ്മൾ സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്ഥിരദന്തങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പകരം നമുക്ക് പല്ലുകളൊന്നും വരില്ല. ഇപ്പം നമുക്കുള്ളത് ഏതാണ്? സ്ഥിരദന്തങ്ങളാണ് ഇപ്പം നമുക്കുള്ളത്. നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരുപോലെയാണോ? ചിലത് കാഠിന്യം കൂടിയതും മറ്റു ചിലത് മൃദുവുമായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഹാരപദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും നമ്മെ സഹായിക്കുന്നത് വിവിധതരം പല്ലുകളാണ്. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് വിവിധതരം പല്ലുകളും അവയുടെ സ്ഥാനവും മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഒരേപോലെ ആയിരിക്കത്തില്ല. ചിലത് വളരെ മൃദുവായിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണമായിരിക്കും. ചിലത് വളരെ കട്ടിയുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഭക്ഷണം കഴിക്കുന്നതിനും വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വായിൽ എത്ര തരം പല്ലുകളുണ്ടെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആ ചിത്രത്തിൽ നോക്കി ആദ്യം ഇരിക്കുന്ന നമ്മളുടെ ഏറ്റവും മുന്നിലിരിക്കുന്ന പല്ലുകളുടെ പേരെന്താണ്? ഉളിപ്പല്ല്. ഇനി അതിൻ്റെ അരിവിലായിട്ട് വശത്തായിട്ടിരിക്കുന്നത് ഏതാണ്? കോമ്പല്ല്. അതിൻ്റെ പിറകിലായിട്ട് അഗ്രചർവണകം, ഏറ്റവും പുറകിലായിട്ട് ചർവണകം. അപ്പം 4 തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ സ്ഥാനവും എണ്ണവും ഉപയോഗവും പട്ടികയിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. പട്ടിക വിശകലനം ചെയ്ത് വിവിധതരം പല്ലുകളുടെ സ്ഥാനവും ഉപയോഗവും ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ഒരാളുടെ, അതായത് പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ വായ്ക്കുള്ളിലെ വ്യത്യസ്ത തരം പല്ലുകളാണ് ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കണ്ടത് അല്ലേ? അപ്പോൾ അവയുടെ സ്ഥാനം, എണ്ണം, ഉപയോഗം ഇതെല്ലാം നമുക്ക് ഈ ടേബിളിൽ നോക്കി മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഉളിപ്പല്ല്. മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം. അതായത് നമ്മളുടെ മുകളിലത്തെ മോണയിൽ 4 പല്ല് കാണും, താഴത്തെ മോണയിലും 4 പല്ലുകൾ കാണും. അപ്പോൾ ആകെ എത്ര എണ്ണമുണ്ട്? 8 പല്ലുകളാണ് നമുക്ക് ഉളിപ്പല്ലുകൾ ഉള്ളത്. ഇനി അതിൻ്റെ ഉപയോഗം എന്താണ്? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ മിഠായിയൊക്കെ കടിച്ചു മുറിക്കില്ലേ? അത് എവിടെ വെച്ചിട്ടാണ്? നമ്മൾ ഫ്രണ്ടിലെ പല്ലിൽ വെച്ചിട്ടല്ലേ അത് കടിച്ചു മുറിക്കുന്നത്? അപ്പോൾ ആഹാര വസ്തുക്കളൊക്കെ നമുക്ക് ചോക്ലേറ്റ്, മിഠായിയൊക്കെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഉളിപ്പല്ലാണ്. ഇനി അടുത്തത് ഏതാണ്? കോമ്പല്ല്.
ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 പല്ലുകൾ വീതമാണ് ഉള്ളത്. അപ്പോൾ കോമ്പല്ല് ഉളിപ്പല്ലുകളുടെ സമീപമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതായത് നമ്മളുടെ മുകളിൽ 4 ഉളിപ്പല്ലുകളുണ്ട്, താഴെയും 4 ഉളിപ്പല്ലുകളുണ്ട്. അപ്പോൾ മുകളിലെ 4 ഉളിപ്പല്ലിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട്, അപ്പോൾ 2 മുകളിലും അതേപോലെ താഴെ അതേപോലെ തന്നെ 2 താഴെ, അങ്ങനെ മൊത്തത്തിൽ 4 കോമ്പല്ലുകളാണ് നമുക്കുള്ളത്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സൈഡിലോട്ട് വെച്ചിട്ടല്ലേ കടിച്ചു കീറുന്നത്. അപ്പോൾ എന്താണ് ഈ കോമ്പല്ലുകൾ എന്തിനാണ് സഹായിക്കുന്നത്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് സഹായിക്കുന്നത്. അടുത്തതായി അഗ്രചർവണകം. കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം. അപ്പോൾ ഇതെന്തിനു സഹായിക്കുന്നു? ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ കോമ്പലിന് സമീപമായിട്ട് ഇരുവശങ്ങളിലും എന്തുകൊണ്ട് മുകളിലും താഴെയായിട്ട് 4 പല്ലുകൾ വീതമാണ് ആരുള്ളത്? നമ്മളുടെ അഗ്രചർവണകം ഉള്ളത്. അപ്പോൾ അഗ്രചർവണകം എത്ര എണ്ണം ഉണ്ട്? മുകളിലും 4 എണ്ണം, താഴെയും 4 എണ്ണം, അങ്ങനെ 8 എണ്ണമാണ് ഉള്ളത്. ഇതെന്തിനു സഹായിക്കുന്നു? ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തതായി ചർവണകം. മുകളിലും താഴെയുമായി 6 പല്ലുകൾ വീതമാണ് ഉള്ളത്. ആകെ 12 പല്ലുകളാണുള്ളത്. മുകളിൽ 6 എണ്ണം, താഴെ 6 എണ്ണം, ഒരു വശത്ത് 3 എണ്ണം വീതം വരുന്നു. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഇതാണ് ചർവണകത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ 4 പല്ലുകൾ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഇനി ഓരോന്നും എത്ര എണ്ണമാണ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഉപയോഗവും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ടേബിൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നോക്കിയേ, അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായി അണപ്പല്ലുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പദം കേട്ടിട്ടുണ്ടല്ലോ, അഗ്രചർവണകം, ചർവണകം, ഇത് നമ്മളിപ്പോൾ പഠിച്ചാണല്ലേ. അപ്പോൾ ഈ പല്ലുകളെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? അണപ്പല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര പല്ലുകൾ ഉണ്ടാകും? 32 പല്ലുകൾ ഉണ്ടാകും അല്ലേ? ഓരോ തരം പല്ലിൻ്റെയും ഉപയോഗം, എണ്ണം എന്നിവ പരിശോധിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കൂ. മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത അവയുടെ ആഹാര രീതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചുവടെയുള്ള ചിത്രവും കുറിപ്പും വിശകലനം ചെയ്ത് കണ്ടെത്തൂ. മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു മാംസാഹാരികൾ അല്ലെ, സിംഹവും പുലിയും ഒക്കെ, അവർക്കെന്താണ്? കോമ്പല്ലുകളാണ് ഉള്ളത്. ഇനി ഇതെന്തിനു വേണ്ടി സഹായിക്കുന്നു? മാംസം കടിച്ചു കീറാൻ ഇവയെ സഹായിക്കുന്നു. ഇനി സസ്യാഹാരികളിലാണെങ്കിലോ ഉളിപ്പല്ലുകളും അതുപോലെ തന്നെ അണപ്പല്ലുകളുമാണ് ഉള്ളത്. ആഹാരം കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും ഇതിവയെ സഹായിക്കുന്നു. ദന്തക്ഷയം. ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പല്ലുകൾ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതാണ്. എന്നാൽ മിക്ക ആളുകളിലും പല്ലുകൾ കേടുവരാറുണ്ട്. ചിത്രം പരിശോധിക്കൂ. പല്ലുകൾ കേടുവരുന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനായി നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ? കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമേറിയ പദാർത്ഥമാണല്ലോ മാർബിൾ. ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഹാർഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക. ഇതിനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വയ്ക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് ഇതെടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷിക്കുക. മാർബിൾ കഷ്ണത്തിന് എന്ത് മാറ്റമാണ് കാണുന്നത്? മാർബിൾ കഷ്ണം ദ്രവീകരിക്കുന്നതായി കണ്ടില്ലേ? ആസിഡ് കാൽസ്യം സംയുക്തമായ മാർബിളുമായി പ്രവർത്തിച്ചതാണ് ഇതിന് കാരണം. പല്ലിൻ്റെ ഇനാമലും ഒരു കാൽസ്യം സംയുക്തമാണ്. ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുന്നു. അപ്പോൾ ദന്തക്ഷയം നമുക്കറിയാലേ, പല്ലിന് കേടുവരുമല്ലേ. അപ്പോൾ നമുക്ക് പല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം നമുക്ക് അതുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ പല്ലിന് എന്ത് സംഭവിക്കാറുണ്ട്? കേടുവരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പല്ലിന് കേടുവരിക എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഒരു ചെറിയ പരീക്ഷണം ചെയ്യുകയാണ്. ആദ്യം നമ്മളൊരു മാർബിൾ എടുക്കുന്നു. മാർബിൾ എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായിട്ടുള്ളൊരു പദാർത്ഥമാണ് മാർബിൾ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഈ മാർബിൾ എടുത്തിട്ട് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് അതിനെയൊക്കെ നിരീക്ഷിക്കണം, എന്തൊക്കെ പ്രത്യേകതകളൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് മാർബിൾ ഇട്ട് വെച്ച് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പം വീണ്ടും നമ്മൾ മാർബിൾ എന്ത് ചെയ്യുന്നു? ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് ഇതേപോലെ നോക്കുമ്പം ആദ്യം കണ്ട ചില ഭാഗങ്ങളൊക്കെ മാർബിളിൻ്റെ പൊടിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ കാരണം എന്താണ്? ഈ മാർബിളിലുള്ള കാൽസ്യം ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് അത് പൊടിഞ്ഞു പോകുന്നത്. ഇതുപോലെ നമ്മുടെ പല്ലിൻ്റെ പുറമേയുള്ള ഉപരിതല പാളിയാണ് ഇനാമൽ എന്ന് പറഞ്ഞില്ലേ? ഇനാമലും ഒരു കാൽസ്യം സംയുക്തമാണ്. ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഈ ഇനാമൽ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. അങ്ങനെയാണ് പല്ലിന് കേടുവരുന്നത്. അടുത്തതായിട്ട് ഒരു കുട്ടിയും ദന്ത ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ് തന്നിരിക്കുന്നത്. ഡോക്ടർ, എൻ്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേടുവന്നതായി കാണുന്നു. എന്താണ് ഇതിന് കാരണം?
ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും. തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. ഇതാണ് പല്ലുകൾ കേടുവരുത്തുന്നത്. അപ്പോൾ കുട്ടി ചോദിക്കുന്നത് കുട്ടിയുടെ ചേച്ചിയുടെ പല്ലുകൾ എന്ത് ചെയ്തു, കേട് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ട് വാ കഴുകിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഭക്ഷണത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഈ പല്ലിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുന്ന ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിക്കാൻ വേണ്ടി ആര് വരും, ബാക്ടീരിയാസ് വരും. അപ്പോൾ ഇവർ ഈ ഭക്ഷണം കഴിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വായ്ക്കുള്ളിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പല്ലുകൾക്ക് കേടുവരുന്നത് എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ കുട്ടി എന്താ ചോദിക്കുന്നത്, ലാക്റ്റിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞൊരു ആസിഡാണല്ലോ, അതെങ്ങനെയാണ് പല്ലിനെ നശിപ്പിക്കുന്നത്? കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ. അതുപോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ വീര്യം കുറഞ്ഞ ഒരു ആസിഡാണല്ലേ, അപ്പോൾ അത് നമുക്കറിയാം. അപ്പം അതേ സംശയമാണ് കുട്ടിക്കും തോന്നുന്നത്. അപ്പോൾ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് മാർബിളിന് ക്ഷയമുണ്ടാകുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ലാക്റ്റിക് ആസിഡുമായിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കുമ്പം നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനും ക്ഷയമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാൻ രാത്രിയിൽ പല്ല് നന്നായി വൃത്തിയാക്കും. എന്നാൽ ചിലപ്പോൾ മധുരപലഹാരങ്ങൾ കഴിച്ചിട്ട് വായ കഴുകാതെ കിടന്നുറങ്ങാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായി വൃത്തിയാക്കണം, പ്രത്യേകിച്ച് മധുരമുള്ള ആഹാര വസ്തുക്കൾ. അവ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു. രാവിലെ ഭക്ഷണത്തിന് മുൻപും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം. കൂടാതെ ഓരോ തവണയും ഭക്ഷണശേഷം വായ വൃത്തിയാക്കണം. അപ്പോൾ എന്താണ് കുട്ടി പറയുന്നത്, രാത്രിയിൽ കുട്ടി എന്ത് ചെയ്യാറുണ്ട്, പല്ല് തേക്കാറുണ്ട്. പക്ഷേ ചില സമയം രാത്രിയിൽ എന്ത് ചെയ്യും, പല്ല് തേച്ചതിന് ശേഷം മധുരപലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് വാ കഴുകാതെ എന്ത് ചെയ്യാറുണ്ട്, കിടന്നുറങ്ങാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് രാവിലെ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുൻപും രാത്രിയിൽ നമ്മുടെ ആഹാരമെല്ലാം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ വായ വൃത്തിയാക്കണം. ഇനി നമ്മൾ മധുരമുള്ള ആഹാര വസ്തുക്കളാണ് കഴിക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ കൂടുതൽ വേഗത്തിലാക്കും. അതുകൊണ്ട് മധുരമുള്ള വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നന്നായിട്ട് വായ വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലായത്. ഈ കാര്യങ്ങൾ ഞാൻ പാലിക്കും. കൂട്ടുകാരോടും വീട്ടിലുള്ളവരോടും ഇവ തീർച്ചയായും പങ്കുവയ്ക്കും. അപ്പോൾ കുട്ടിക്ക് എന്താണ്, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി കുട്ടി അതെല്ലാം പാലിക്കുമെന്നാണ് പറയുന്നത്. ദന്ത സംരക്ഷണം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതിനായി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ചോദ്യങ്ങൾ തയ്യാറാക്കൂ. ദന്ത ഡോക്ടറുമായി ഒരു അഭിമുഖം നടത്തൂ. അഭിമുഖത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ചേർത്ത് കുറിപ്പ് തയ്യാറാക്കി നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പല്ലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാം നമുക്ക്? രാവിലെ ആഹാരത്തിന് മുൻപും രാത്രിയിൽ ആഹാരത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ലുകൾ വൃത്തിയാക്കുക. പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കുന്നത് പരമാവധി കുറയ്ക്കുക. ആസിഡ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നിയന്ത്രിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പല്ലിൻ്റെ സംരക്ഷണം ഏകദേശം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തതായി ദഹന വ്യവസ്ഥിതിയിൽ നാക്കിൻ്റെ പങ്കാണ് നോക്കുന്നത്. രുചിയറിയാൻ നാക്കിലെ സ്വാദുമുകുളങ്ങൾ നമ്മെ സഹായിക്കുന്നു എന്ന് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. നാക്കിൻ്റെ മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വിഴുങ്ങാൻ സഹായിക്കുന്നു, പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തിനെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നു. ഇതെല്ലാമാണ് നാക്ക് ചെയ്യുന്നത്. വായിൽ ഉമിനീരുണ്ടല്ലോ. ദഹനപ്രക്രിയയിൽ ഉമിനീരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എവിടെയാണ് ഉമിനീരിൻ്റെ ഉൽപ്പാദനം നടക്കുന്നതെന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. എവിടെയാണ്? ഉമിനീർ ഗ്രന്ഥികളിലാണ് ഉമിനീരിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത്. അടുത്തതായി ആഹാരം അന്നപഥത്തിലൂടെ. വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം പിന്നീട് ദഹനവ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് എത്തിച്ചേരുന്നതെന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. എവിടെയാണ് എത്തിച്ചേരുന്നത്? അന്നനാളത്തിലാണ് എത്തിച്ചേരുന്നത്. നമുക്ക് ആഹാരത്തോടൊപ്പം ഒരു യാത്ര പോയാലോ? വായിൽ നിന്ന് ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണ്? വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു. ചിത്രം നിരീക്ഷിച്ച് അന്നനാളത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കൂ. എന്താണ് അന്നനാളം? വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലെത്തുന്നത്. ഈ ചലനമാണ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ പെരിസ്റ്റാൾസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആഹാരം ആമാശയത്തിൽ. വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കിയല്ലോ. ആമാശയത്തിൽ വെച്ച് പോഷണത്തിൻ്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു. ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും. ആമാശയ ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി
ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആമാശയത്തിൽ വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരത്തിൻ്റെ തുടർന്നുള്ള യാത്ര ചെറുകുടലിലേക്കാണ്. അപ്പോൾ പോഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം ആണ് ആമാശയത്തിൽ നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്തായിരുന്നു? ആഹാര സ്വീകരണം, അത് വായിലാണ് നടന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് ദഹനം. രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ദഹനം ആമാശയത്തിൽ വെച്ച് നടക്കുന്നു. 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ഇവിടെ ആഹാര പദാർത്ഥങ്ങൾ കിടക്കുന്നത്. ഈ തരംഗരൂപത്തിലുള്ള ചലനത്തിലൂടെ ഈ ആഹാര പദാർത്ഥങ്ങളെ കുഴമ്പ് രൂപത്തിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസവും എന്തിനു സഹായിക്കുന്നു? ദഹനം നന്നായിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ചെറിയ അളവിൽ എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകുന്നുണ്ട്. ഇതെന്തിനാണ് സഹായിക്കുന്നത്? മാംസ്യത്തിൻ്റെ ദഹനത്തെയും അതുപോലെ തന്നെ രോഗാണുക്കളെ നശിപ്പിക്കാനും സഹായിക്കുന്നു. ആമാശയത്തിൽ വെച്ച് ദഹനം ഭാഗികമായി പൂർത്തിയാകുന്നു. പിന്നീട് ഈ കുഴമ്പ് രൂപത്തിലാകപ്പെട്ട ഈ ആഹാര പദാർത്ഥങ്ങൾ ചെറുകുടലിലേക്ക് പോകുന്നു. ആഹാരം ചെറുകുടലിൽ. മനുഷ്യൻ്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. പോഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാകുന്നു. അപ്പോൾ ആഹാരം ആമാശയത്തിൽ നിന്ന് എവിടേക്ക് എത്തുന്നു? ചെറുകുടലിലേക്ക് എത്തുന്നു. ചെറുകുടലിന് എത്ര നീളമുണ്ടെന്നാണ് പറയുന്നത്? 5 മുതൽ 6 മീറ്റർ വരെ നീളമുള്ളതാണ് ചെറുകുടൽ എന്ന് പറയുന്നത്. പോഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. അപ്പം ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതും ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമ്മുടെ ഈ ആഹാര പദാർത്ഥം എത്തുമ്പോഴേക്കും അവിടേക്ക് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും അതിനുശേഷം ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഇത് ഈ ആഹാരവുമായിട്ട് കൂടിക്കലർന്ന് ദഹനം പൂർണ്ണമാക്കുന്നു. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതാണ് പോഷണത്തിൻ്റെ മൂന്നാം ഘട്ടം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ ആഹാരത്തിലെ പോഷക ഘടകം എന്ത് ചെയ്യുന്നുണ്ട്? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? ചെറുകുടലിൻ്റെ ഭിത്തിയിലുള്ള വിരലുകൾ പോലുള്ള ഭാഗമാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. ഈ വില്ലസുകൾ വഴിയാണ് ഈ പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോഷണത്തിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്. രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഇതാണ് സാംശീകരണം. ഇത് പോഷണത്തിൻ്റെ നാലാം ഘട്ടം. അപ്പോൾ പോഷണത്തിൻ്റെ നാലാം ഘട്ടമാണ് സാംശീകരണം. സാംശീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോഷക ഘടകങ്ങളെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ സാംശീകരണം എന്ന് പറയുന്നത്. ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത പദാർത്ഥങ്ങളും ഉണ്ടാകില്ലേ? അവ എങ്ങനെയാണ് പുറന്തള്ളുന്നത് എന്ന് നോക്കാം. ദഹിച്ച ആഹാരപദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഈ പുറന്തള്ളൽ പ്രക്രിയയാണ് മലവിസർജനം. ഇത് പോഷണത്തിൻ്റെ 5ാം ഘട്ടമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ദഹിച്ച ആഹാരപദാർത്ഥങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ നമ്മൾ ആഗിരണം ചെയ്യുകയും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന സാംശീകരണം എന്ന പ്രക്രിയ നടക്കുകയും ചെയ്യുന്നു. അതിനുശേഷമുള്ള അവശിഷ്ടങ്ങൾ എവിടേക്ക് പോകുന്നു? വൻകുടലിലേക്ക് പോകുന്നു. വൻകുടൽ എന്താണ്? വലിപ്പം അതിന് കൂടുതലും എന്നാൽ നീളം കുറവുമാണ്. അതാണ് വൻകുടൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി വൻകുടലിൽ എന്ത് ചെയ്യുന്നു? ഈ ദഹനാവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടും. ബാക്കിയുള്ളവ എന്ത് ചെയ്യും? മലാശയത്തിൽ സംഭരിച്ചു വെക്കുകയും മലദ്വാരത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ നമ്മൾ മലവിസർജനം എന്നാണ് പറയുന്നത്. പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ആദ്യം എന്താണ്? ആഹാരം സ്വീകരിക്കൽ. പിന്നീട് എന്താണ്? ദഹനം. അടുത്തതായിട്ട് എന്ത് വരും? ആഗിരണം. അടുത്തതായിട്ട് എന്താണ്? സാംശീകരണം. അടുത്തതായിട്ട് എന്താണ്? മലവിസർജനം. ഇങ്ങനെ 5 ഘട്ടങ്ങളാണ് നമ്മുടെ പോഷണം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ഉള്ളത്. മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയുടെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താം. എ എന്താണ്? എ വായയാണ്. ബി അന്നനാളം. സി ആമാശയം. ഡി ചെറുകുടൽ. ഇ വൻകുടൽ. എഫ് മലാശയം. ഈ ഭാഗങ്ങൾ നിങ്ങൾ അടയാളപ്പെടുത്തൂ. അവയുടെ ധർമ്മം എന്താണെന്നും ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ.
പോഷണം മറ്റ് ജീവികളിൽ. ഏകകോശ ജീവിയായ അമീബയിൽ നടക്കുന്ന പോഷണത്തിന്റെ ചിത്രീകരണമാണ് നൽകിയിരിക്കുന്നത്. ചിത്രം വിശകലനം ചെയ്ത് അമീബയിൽ നടക്കുന്ന പോഷണഘട്ടങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തും. അപ്പോൾ മനുഷ്യരിലുള്ള പോഷണം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി മറ്റ് ജീവികളിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഏകകോശ ജീവിയായ, അതായത് ഒരു കോശം മാത്രമുള്ള ജീവിയായിട്ടുള്ള അമീബയിൽ നടക്കുന്ന പോഷണത്തിന്റെ ചിത്രീകരണം ഇവിടെ നൽകിയിരിക്കുന്നു. നോക്കിയേ, ആദ്യം എന്ത് ചെയ്യുന്നു? ആഹാര പദാർത്ഥം അമീബയുടെ അരികിൽ നിൽക്കുന്നുണ്ടല്ലേ. അമീബ എന്തിനെയൊക്കെ കഴിക്കുന്നത്? ബാക്ടീരിയയും ഫംഗസിനെയൊക്കെയാണ് കഴിക്കാം. അപ്പോൾ ഈ ബാക്ടീരിയയോ ഫംഗസോ അങ്ങനെയുള്ള ഏതോ ഒരു അമീബയുടെ ആഹാര പദാർത്ഥം എന്ത് ചെയ്യുന്നു? അതിൻ്റെ അരികിലെത്തുന്നു. അതിനെ ഈ അമീബ എന്ത് ചെയ്യുന്നു? പതിയെ തൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നു. അതിനെ എന്ത് പറയുന്നു? ആഹാര സ്വീകരണം എന്ന് പറയുന്നു. ഈ ഉള്ളിലാക്കിയ ആഹാര പദാർത്ഥത്തെ അമീബ എന്ത് ചെയ്യുന്നു? ദഹിപ്പിക്കുന്നു. ആ ഘട്ടമാണ് ദഹനം. ഇനി ഈ ദഹിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പോഷണങ്ങൾ അമീബ സ്വന്തം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. പിന്നീട് അത് തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. അതാണ് സ്വാംശീകരണം. എന്നിട്ട് ഇനി ബാക്കിയുള്ളത്, അതായത് അമീബയുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ബാക്കി വന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കളയുന്നു. ഇതിനെ എന്തെന്ന് പറയുന്നു? പുറന്തള്ളൽ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? മറ്റ് ചില ജീവികളുടെ ദഹന വ്യവസ്ഥയുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ മറ്റ് ജീവികൾ ഏതൊക്കെയാണ്? കോഴി, പൂച്ച, പശു. നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ഇവയ്ക്ക് എന്തെങ്കിലും സാമ്യം കാണുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. അപ്പോൾ എന്താണ്? നോക്കി, കോഴിയും പൂച്ചയും പശുവിനെയൊക്കെ നോക്കി. ഇതിനകത്ത് മനുഷ്യരുടെ ദഹന വ്യവസ്ഥയുമായിട്ട് ഇവരുടെ ദഹന വ്യവസ്ഥയ്ക്കും ഒരു ചെറിയ സാമ്യമുണ്ടല്ലേ. ചെറിയ സാമ്യമല്ല, ഏതാണ്ട് എല്ലാ ഘട്ടങ്ങളും ഇവർക്കും ഒരേപോലെ തന്നെയാണുള്ളത്. അതിൻ്റെ രൂപത്തിലൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണ്? അതിൻ്റെ ഓർഡറൊക്കെ കറക്റ്റ് തന്നെയാണ്. എല്ലാവർക്കും എന്താണ്? വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ദഹനം എന്നതിനെ പറ്റിയിട്ടാണ് നോക്കിയത്. മനുഷ്യരിലെ ദഹനത്തെ പറ്റിയും അതുപോലെ തന്നെ മറ്റ് ജീവികളിലെ ദഹനത്തെ പറ്റിയും നോക്കി. അപ്പോൾ മനുഷ്യൻ ആഹാരം സ്വീകരിക്കുകയും അത് ഉപയോഗപ്രദമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പോഷണം എന്ന് പറയുന്നു. പോഷണത്തിന് 5 ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ആഹാര സ്വീകരണം, പിന്നീട് 2ാമത്തെ ഘട്ടം ദഹനം, പിന്നീട് 3ാമത്തെ ഘട്ടം ആഗീരണം, 4ാമത്തെ ഘട്ടം എന്തായിരുന്നു? സ്വാംശീകരണം, 5ാമത്തെ ഘട്ടം മലവിസർജനം അല്ലെങ്കിൽ എന്താണ്? പുറംതള്ളൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ 5 ഘട്ടങ്ങളുണ്ട്. ഇനി മറ്റ് ജീവികളിലെ പോഷണം നോക്കുമ്പോഴും അവർക്കും ഈ 5 ഘട്ടങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഓരോ ഘട്ടങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. ഓരോ ഘട്ടത്തിലും ഏത് അവയവമാണ്, ദഹന വ്യവസ്ഥയുടെ ഏത് അവയവമാണ് ആ ഒരു ഘട്ടം പൂർത്തീകരിക്കാൻ സഹായിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പല്ലുകളെ പറ്റി നമ്മൾ വിശദമായിട്ട് നോക്കിയിരുന്നു. അതിനകത്തെ പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള 4 തരത്തിലുള്ള പല്ലുകൾ നമ്മൾ പഠിച്ചിരുന്നു. അവയുടെ എണ്ണവും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശ്വസനമാണ്. ശ്വസനം എന്ന് പറയുന്ന 2ാം ഘട്ടവുമായി ഉടനെ തന്നെ നമുക്ക് കാണാം. താങ്ക്